സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരീകന്ധവാക്യഞ്ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ എന്താണ് കുട്ടിക്ക് സംഭവിച്ചത്, ഇവിടെ എന്താണ് ഈ ശബ്ദം ഉണ്ടാവാൻ മാത്രം സംഭവിച്ചത് എന്ന് യശോദ ചോദിച്ച സമയത്ത് കുട്ടിയുടെ കാല് കൊണ്ടിട്ട് ഈ വണ്ടി ഇപ്രകാരം തകർന്നു. ഇത് തീരെ വിശ്വാസ്യമായില്ല. കുട്ടിയുടെ കാല് കൊണ്ടാ കുട്ടിയുടെ കാല് മുറിയാന്നല്ലാണ്ട് വണ്ടി ഉണ്ടോ കേടുവരുന്നു. പക്ഷേ ഇവിടെ അത് സംഭവിച്ചു എന്നുള്ളത് എല്ലാവരും ഒന്ന് തന്നെ പറഞ്ഞു. ഒരാൾ പറഞ്ഞാൽ അതെന്തോ ശരിയല്ലാത്ത ധാരണ കൊണ്ട് പറഞ്ഞതാണെന്ന് പറയാം. എല്ലാ കുട്ടികൾക്കും ഒരേപോലെ തെറ്റു പറ്റുമോ? എന്തോ കുട്ടിക്കൊന്നും പറ്റിയില്ലല്ലോ അപ്പം അത് വിചാരിക്കുക എന്ന് വിചാരിച്ച് എല്ലാവരും ആശ്വസിച്ചു. ബിയാതദാ കിഞ്ചിദജാനതാമിതം കുമാരകാണാം അതിദുർഘടം വജ ഭവപ്രഭാവാവിതരേരിതീരിതം മനോഗിവാശങ്കരദിഷ്ടഭൂതനൈ. എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടിയുടെ കാല് കൊണ്ടിട്ട് ഇങ്ങനെ സംഭവിക്കുക? അതിദുർഘടം, യോജിക്കാത്ത വാക്ക്. ഇതെങ്ങനെ സത്യവുമായിട്ട് പൊരുത്തപ്പെടും? കുട്ടികൾ എന്തൊക്കെയോ പറയണമെന്നല്ലാണ്ട് ഇതുണ്ടോ സംഭവിക്കണോ? ഹേയ്, ഒരു ചെറിയ കുട്ടിയുടെ. അപ്പോൾ അവരെല്ലാവരും ആ വാക്കുകളുടെ ആ വിശ്വാസ്യത ചിന്തിച്ചു. വിശ്വാസ്യതയില്ല ചിന്തിച്ചത്. ഇതെങ്ങനെ സംഭവിക്കുക? അല്ലെങ്കിലും ഭഗവാനിലുള്ള ആ വിശ്വാസ്യത എത്ര നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റുക. മായയിൽ മുങ്ങിയവർക്ക് ഇതൊക്കെ എന്താപ്പോ എന്ന് തോന്നുന്നതാണ്. സത്യം ഉൾക്കൊള്ളാൻ കുറേ ബുദ്ധിമുട്ടാണ്. കാരണം മായയിൽ കുടുങ്ങി അതിനെ വിമർശനാത്മകമായിട്ടും ശരിയല്ലാത്ത ഭാവത്തിലും കാണലാണ് അധിക ആളുകളും ചെയ്യുക. അപ്പം അതന്നെ ഇവരും ചെയ്തു. കുമാര കാണാം അതിദുർഘടം വച ഭവത് പ്രഭാവ അവിദൂരേരിതീരിത. ഈശ്വരപ്രഭാവമുണ്ടോ അത്ര വേഗം എല്ലാവർക്കും ബോധ്യമാവണു. അപ്പം ഇങ്ങനെയാണോ ലോകം? ഭവത് പ്രഭാവ അവിദൂരേ രീതി, അവർക്ക് മനസ്സിലാവപ്പെടാതെ അറിയാതെ. എന്നാലോ ദുർലഭം ചില ആൾക്കാർക്കൊരു ശങ്ക തോന്നി. ശരിയാവാൻ വിരോധമില്ലല്ലോ. കാരണം മനാഗിവാശങ്ക്യത ദൃഷ്ടപൂതനേഹി. പൂതന കുറച്ച് മുമ്പല്ലേ ഈ കുട്ടി കയറി മുലപ്പാൽ കുടിച്ചപ്പോൾ വീണത്. ഇതിപ്പോൾ സാധിക്കണതാണോ സാധാരണ നിലയ്ക്ക്? കുട്ടി പേടിക്കുക അല്ലെങ്കിൽ കുട്ടി മരിക്കുക എന്നല്ലാണ്ട് ഈ മാതിരി ഒരു രാക്ഷസി പിശാചി വന്നാൽ കുട്ടി രക്ഷപ്പെടാതെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടുകേൾവിയുള്ളതാണോ? അപ്പം അത് സംഭവിക്കാം എങ്കിൽ ആ കുട്ടിക്ക് എന്തോ ചില ദിവ്യശക്തികളുണ്ട്, സാധാരണ കുട്ടിയല്ല എന്ന് ചിലർക്ക് എല്ലാവർക്കും അല്ല ഒരു തോന്നൽ. ഈ കുട്ടി സാധാരണക്കാരനല്ല എന്ന് ചിലർക്ക് ഒരു തോന്നൽ. ചിലർക്ക് അതങ്ങനെ തോന്നിയതുമില്ല, ഒന്നും പിടികിട്ടിയില്ല അവർക്ക്. ചില ശക്തികൾ ഉള്ളതുകൊണ്ട് സംഭവിക്കാം എന്ന് ചിലർക്ക് തോന്നി. സാധാരണ കുട്ടിയായിട്ട് കണ്ടവർക്ക് ഒന്നിൻ്റെ പിടിയും കിട്ടിയതുമില്ല. എന്തപ്പോൾ ഇതിങ്ങനെയൊക്കെ വരാനെന്ന് വിചാരിച്ച് അവർ അന്താളിച്ചു. അപ്പോൾ ഈ കുട്ടി ദിവ്യ ശക്തി ഉണ്ട് എന്ന് കരുതുന്നവർക്ക് അതുകൊണ്ട് സംഭവിച്ചതാവാം എന്ന് അവരും ചിന്തിച്ചു. ഇത് കുട്ടിയുടെ ശക്തിയാണത് എന്ന് അവരും രണ്ട് തരത്തിൽ ചിന്തിച്ചു. ചിലക്ക് മഹാത്മ്യം അറിഞ്ഞില്ല, അപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയില്ല. ഒരു ഉത്തരമില്ലാതെ അന്താളിച്ചു. ഇവർക്ക് ഉത്തരം കിട്ടി കുട്ടിയുടെ ശക്തിയാവാം. ബിയാ തഥാ കിഞ്ചിത് അജാനതാമിതം. ഈ പറഞ്ഞത് തീരെ സംഭവിക്കാത്തതാണ്, യോജിക്കാത്തതാണ്.
അജാനതാമിതം കുമാരകാണാം അതിദുർഘടം വച. ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ലാത്ത വാക്കാണ് ഇവർ പറയുന്നത്. കുട്ടിയുടെ കാലുകൊണ്ട് വണ്ടി തകർന്നു. പക്ഷെ ചിലരോ പവത്പ്രഭാവ വിതുരൈരീതി വിതുരൈരിതീരിതം. ഇവിടെ വായിക്കുമ്പോൾ നോക്കണ്ട, വിതുരൈരി ഇതീരിതം. എത്ര രണ്ട് എത്ര ഉണ്ട് എന്ന് നോക്കണം, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ശരിയായിട്ട് വായിക്കാൻ പറ്റില്ല. വിതുരൈ, പിന്നെ രീ എന്നാണ്, വിതുരൈരി തീരിതം. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഈരിതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിട്ട്. വിതുരൈ ഇതി ഈരിതം. 3 വാക്കുണ്ടെന്ന് ഓർക്കണം, അപ്പം ശരിയാവും. വിതുരൈ അറിവുള്ളവർ, വിതുരൈ ഇതി ആണ് വിതുരൈരിതി. വിതുരൈ പ്ലസ് ഇതി വിതുരൈരിതി, വിതുരൈരിതി. പിന്നെ ഈരിതം പറയപ്പെടുക, വിതുരൈരിതീരിതം ഇതീരിതം, വിതുരൈരിതീരിതം വിതുരൈരിതി ഈരിതം വിതുരൈരിതീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടഭൂതനേ പവപ്രഭാവ വിതുരൈരിതീരിതം. വിതുരൈരിതീരിത ഇതി നോർക്കണം, വിതുരൈ ഇതീരിതം, വിതുരൈ ഇതീരിതം മനാഗിവാശങ്ക്യത ദൃഷ്ടഭൂതനെ. ദൃഷ്ട എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, പൂതനയെ കണ്ടവർ. പ്രവേളതാമ്രം കിമിതം പദം ക്ഷതം സരോജരമ്യേനു കരോ വിരോചിതൗ ഇതി പ്രസത്പർക്കരുണാതരംഗിത ത്വദംഗമാപസ്പൃശുരംഗനാജന. പ്രവാളതാമ്രം ഇതം പദം. ഈ മാവൊക്കെ തളുത്താൻ ഉള്ള പോലെ മൃദുലമായിട്ടുള്ള പാദത്തോടു കൂടിയിട്ടുള്ള ഭഗവാൻ. പ്രവാള താമ്രം, താമ്രം എന്ന് പറഞ്ഞാൽ ചുകന്നത്. അങ്ങനെ ആ വാക്ക് വന്നത്, താമ്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്ക് ചെമ്പ് എന്നാണ്. ചെമ്പിനാണ് താമ്രം എന്ന് പറയുന്നത്. താമ്രപത്രം നൽകി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, താമ്രം. ഈ താമ്രം എന്നുള്ള വാക്ക് ചുകന്ന നിറത്തിന് പറയാറുണ്ട് ഭാഷയിൽ. താമ്രലോചന എന്ന് പറയും, ദേഷ്യം വന്നോരെ. ചെമ്പിൻ്റെ കണ്ണാവോ? ചെമ്പിൻ്റെ കണ്ണായിട്ടല്ല പറയുന്നത്, ചെമ്പിൻ്റെ നിറമുള്ള കണ്ണ്. അതാണ് താമ്രലോചന. ആ താമ്രലോചന എന്ന് പല ദിക്കിലും ഭാഗവതത്തിലും കാണാം. ചെമ്പ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ചെമ്പല്ല അവിടെ ഉദ്ദേശം, ചെമ്പിൻ്റെ നിറം. ചെമ്പ് ചുവപ്പാണെന്നാണല്ലോ. അപ്പം പ്രവാള താമ്രം, പ്രവാളം ചുവന്ന കളറ്. പ്രവാള താമ്രം കിമിതം പദക്ഷതം. തളിര് പോലെ ചുവന്ന നിറമുള്ളതായ ഈ കാല് വണ്ടി തട്ടിയിട്ട് മുറിഞ്ഞുവോ? ക്ഷതം, കാലിന് വല്ല ക്ഷതവും സംഭവിച്ചുവോ? സരോജരമ്യോനു കരോ വിരോചിതോ. ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ പാദം വളരെയേറെ താമ്രമായിട്ടുള്ള ഇളം തളിര് പോലെ ഉള്ളതാണ് ശരീരം. കുഞ്ഞിക്കാലിന് വല്ല മുറിവും ഏറ്റുവോ? പദം. അതേപോലെ മൃദുവായിട്ട് വേറൊരു കാര്യം അവിടെ ഉണ്ട്. അതെന്താ? സ്ത്രീകളുടെ കൈകൾ. അങ്ങനെ ഉപയോഗിച്ച് സരോജരമ്യവും, താമരപ്പൂ പോലെ രമ്യമായ. കരോ വിരോചിതവും, ചെന്താമരപ്പൂ പോലെയുള്ള നനുത്ത കണ്ണുകൾ, നനുത്ത കയ്യുകൾ മുറിപ്പെട്ടുവോ? തളിര് പോലെയുള്ള പാദങ്ങളും ചെന്താമരപ്പൂ പോലെയുള്ള കൈകളും. സരോജരമ്യവും, താമരപ്പൂ പോലെ മനോഹരമായ കരവും കൈകൾ. വിരോചിതവും, വേദനിപ്പിക്കപ്പെട്ടുവോ? ഇതി പ്രസത്പത് കരുണാതരംഗിത. ഇങ്ങനെ ഒതുക്കാൻ പറ്റാത്ത ദുഃഖം, കാരുണ്യം അവർക്കുണ്ടായി. സ്നേഹം ഇങ്ങനെ അണപൊട്ടി ഒഴുകുക എന്ന് പറയുമല്ലോ. ആ ചെറിയ ഉണ്ണിക്ക് വലുതും സംഭവിച്ചുവോ? കാലിന് ക്ഷതമേറ്റുവോ? കയ്യിന് ക്ഷതമേറ്റുണ്ടോ? എന്നൊക്കെ വളരെ ആകാംക്ഷയോടും കൂടി
ആശങ്കയോട് പ്രസർപ്പത് കരുണാതരംഗിതാത് പുറത്തേക്ക് അണപൊട്ടി ഒഴുകുന്ന വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും ആശങ്ക കൊണ്ടും അവർ പരിശോധിച്ചു. കാലിനോ കയ്യിനോ കേട് സംഭവിച്ചിട്ടുണ്ടോ? ഇതി പ്രസർപ്പത് കരുണാതരംഗിതാ ത്വദംഗം ആപസ്പൃശുരംഗനാജന. അംഗനാജന സ്ത്രീജനം. ആ സ്ത്രീജന തരംഗിത അംഗനാജന വാത്സല്യത്തോടെ നോക്കുന്ന ഗോപസ്ത്രീകൾ, തിരയുന്ന ഗോപസ്ത്രീകൾ ഇന്ദ്രയുടെ അംഗങ്ങൾ മുഴുവനെ തൊട്ട് തലോടി നോക്കി. ത്വദംഗം ആപസ്പൃശു അംഗനാജന മുഴുവൻ ശരീരം അവർ തൊട്ട് തലോടി പരീക്ഷിച്ച് വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് വാത്സല്യത്തോടെ നോക്കി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.